എടി, അവരുടെ കല്ലെ പിളർക്കുന്ന കൽപ്പന നിന്റെ ഭർത്താവ് ലംഘിച്ചാൽ അവര് ചത്തുകളയോന്ന് ഭയന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും കുടുംബവും ജീവിതവും ഒക്കെ നീ ഉപേക്ഷിച്ചു. എന്റെ പൊന്നു മോളെ, ഇത്രയൊക്കെ ആര് ചെയ്യുവടി? എടി, നീ അവർക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അവരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താ അവർക്കത് മനസ്സിലാവുകയില്ല. അവരെ സംബന്ധിച്ച് നീ അവരുടെ ശത്രു മാത്ര, ആജന്മ ശത്രു. മറ്റൊരാളുടെ മനസ്സിലെ ധാരണ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അമ്മേ? പിന്നെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവര് ചെയ്യുന്നതെല്ലാം കയ്യും കെട്ടി കണ്ടോണ്ടിരിക്കാൻ പോവാണോ? ഇത്രയും നാളും സത്യമ്മ അവരുടെ ഇഷ്ടത്തിനല്ലേ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒന്നും തടയാൻ ഞാൻ പോയിട്ടില്ലല്ലോ. എന്നാലേ ഇതുവരെ ഉള്ളതുപോലെ അല്ല ഇപ്പോഴത്തെ കാര്യങ്ങള്. സത്യമ്മ അവരുടെ മകന് രണ്ടാം കെട്ടിന് പെണ്ണാലോചിച്ചോണ്ടിരിക്കുക. സത്യമ്മയുടെ മകനെന്ന് പറഞ്ഞ നിന്റെ ആരാന്ന് നിനക്കറിയോ? എടി, നിന്റെ കഴുത്തിന് താലി കെട്ടിയ ഭർത്താവ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ഭർത്താവിനെ വേറെ കല്യാണം ആലോചിക്കുമ്പോ ഒരു പെണ്ണ് ചോദിക്കേണ്ട ചോദ്യമാണോടി ഇത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന്? പിണങ്ങി കഴിയുന്നവരാണെങ്കി വേണ്ടില്ല. ഇതിപ്പം ജീവന്റെ ജീവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിട്ട് ഒരു കൊച്ചുള്ളതാ. അതിന്റെ ഭാവി എന്താവൂടി? നിന്റെ ജീവിതം നീ എന്ത് വേണേലും ചെയ്തോ. തല്ലി തകർക്ക്, ബോൾ പോലെ തട്ടിക്കളിക്ക്, കടലിലേക്ക് എറിയോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഒരു കൊച്ചു വളർന്നു വരികയാണെന്ന് നീ ഓർത്തോ? അച്ഛനും അച്ഛമ്മയൊക്കെ വിദേശത്താണെന്നും നാളെ മറ്റന്നാളോ വരുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അതിനെ പറ്റിക്കാം. കുഞ്ഞു മനസ്സാ, അതങ്ങ് മറന്നോളും. പക്ഷെ നാളെ അവള് ശബ്ദവും നാവും ഉയർത്തി ചോദിക്കും, എന്റെ അച്ഛൻ എവിടെയെന്ന്. അന്ന് നീ എന്ത് മറുപടി പറയും? എന്നെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവളാ നീ. അവളല്ലെങ്കിലും അവൾക്ക് വേണ്ടി മറ്റുള്ളവർ നിന്നോട് ആ ചോദ്യം ചോദിക്കും. അന്ന് അവളുടെയും കൂടി മുന്നിൽ നിന്ന് വിയർക്കും നീ. നിന്നോട് ചോദിച്ചില്ലെങ്കിലും നിന്റെ മറുപടി കേൾക്കാൻ കാലങ്ങളായി കാത്തിരിക്കുകയായിരിക്കും അവളുടെ കാതുകള്. മോളെ, സത്യം മോൾക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരുമ്പോ അവര് കുഞ്ഞിന്റെ അച്ഛനെ തിരക്കില്ലേ? അന്ന് നീ അവരോട് പറയൂ, ഞാൻ എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ജീവിതവും ഒക്കെ ദാനം കൊടുത്തിരിക്കുകയാണെന്ന്? ചൂണ്ടിക്കാട്ടിത്തരാൻ ഒരു അച്ഛനില്ല, വേണമെങ്കിൽ പെണ്ണിനെയും കൊണ്ട് പൊയ്ക്കോളാൻ. പറയടി. അമ്മ ഓർക്കുന്നുണ്ടോ ഒരു 8 വർഷം മുമ്പത്തെ കഥ? കല്യാണ പ്രായമെത്തിയ 3 പെൺമക്കൾ. ജീവിതമാർഗമായി ആകെയുള്ളത് ഒരു ഹോട്ടൽ. പെൺമക്കളുടെ കല്യാണം നടക്കുമ്പോ കൈ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു അച്ഛനില്ല. ചൂണ്ടിക്കാട്ടിയാലും അയാളെ സ്വന്തമല്ല, മറ്റൊരു സ്ത്രീയുടെ സ്വന്തമാ. അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞങ്ങളെ മക്കളാരും. അച്ഛനെ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അത് കള്ളവും. അത് ഏതാണ്ട് ഈ സമയത്ത് തന്നെയാ എനിക്ക് സത്യയുടെ പ്രായമുള്ളപ്പോ. വളരും തോറും ഒപ്പം വളർന്ന ചിന്ത അച്ഛനെ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്ന ആ തിരിച്ചറിവിൽ ജീവിക്കാൻ പഠിച്ചു. 3 മക്കളുടെയും കൈ പിടിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ ആവശ്യം വന്നില്ല. ഞങ്ങളുടെ ആരുടെയും ഭർത്താക്കന്മാര് അത് ആവശ്യപ്പെട്ടതുമില്ല. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന വഴികളിലൂടെയൊന്നും അല്ല ഒഴുകുക. സത്യം എല്ലാ സത്യങ്ങളുമായി പൊരുത്തപ്പെട്ടോളും. എന്നെ പോലെ ആവാനാണോ നീ ഇത്രയും പഠിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തത്? ജീവിത പരീക്ഷ വേറെ അമ്മ. ജയിച്ചു എന്ന് വിചാരിച്ചെടുത്തൊന്നും ജയിച്ചിട്ടുണ്ടാവില്ല. കടമ്പകൾ ഓരോന്നും ചാടിക്കടന്ന് ബഹുദൂരം മുന്നിലെത്തിയെന്ന് നമ്മൾ അഭിമാനിച്ചു നിൽക്കുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, തുടങ്ങിയെടുത്ത് തന്നെയാ നമ്മൾ ഇപ്പോഴും നിപ്പ്. ജയിച്ചു നേടിയെന്ന് കരുതിയതൊക്കെ വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും. നേടി സമ്പാദിച്ചൊന്നും കരുതിയതൊന്നും കയ്യിലില്ല.
അല്ലെങ്കിൽ മുമ്പ് വിചാരിച്ചത്ര വിലയില്ലാതിന്. ഒരർത്ഥത്തിൽ എല്ലാ പെണ്ണുങ്ങളുടെയും കഥ ഒന്ന് തന്നെയാമേ. സാഹചര്യങ്ങളും ചുറ്റുമുള്ള കഥാപാത്രങ്ങളും ഇങ്ങനെ മാറുന്നേ ഉള്ളൂ. മോളെ, നിന്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുക്കാന്നാ? ഇല്ലമ്മ, അമ്മ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുവേട്ടന് പ്രാണനാ എനിക്ക്. വിഷ്ണുവേട്ടൻ എന്റേത് മാത്രമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയോട് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചില്ലേ ഞാനിനി എന്താ വേണ്ടതെന്ന്. അതമ്മയോട് തർക്കുത്തരം പറഞ്ഞതല്ല. എന്റെ ആത്മാവിനോടും മനസാക്ഷിയോടും ഇപ്പൊ ഓരോ നിമിഷവും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാ, ഞാനിനി എന്ത് വേണമെന്ന്. അമ്മയ്ക്കൊരു മറുപടി അറിയെങ്കിൽ പറഞ്ഞതാ. മോളെ, ഇനി ഒളിച്ചിട്ടും മറച്ചിട്ടും ഒന്നും കാര്യമില്ല. അതിനുള്ള സമയം കഴിഞ്ഞു. നിന്റെ കൊച്ചിനെയും കയ്യിൽ പിടിച്ചോണ്ട് നീ നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ല്. എന്റെ കൊച്ചിന് അവളുടെ അച്ഛനെ വേണമെന്ന് സത്യാമ്മയുടെ മുഖത്ത് നോക്കി പറയ്. അതിന്റെ പോലും ആവശ്യമില്ലല്ലോ അമ്മ. ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞ ഏത് പാതിരാത്രിയാണെങ്കിലും പാഞ്ഞെത്തില്ലേ എന്റെ വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടന് ഒരു കുഞ്ഞു കൂടി ഉണ്ടെന്നും അവള് എന്റെ ഒപ്പമാണെന്നും കൂടി അറിഞ്ഞാലോ. എന്നാ നീ അതെങ്കിലും ഒന്ന് ചെയ്യും മോളെ. ശാലിനി, ഇത് ശരിയാവല്ലോ. അതെന്താടി? ഞാൻ അങ്ങോട്ട് ചെന്നാലും വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്നാലും അത് സത്യാമ്മ അറിയും. സത്യാമ്മയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടന് മറുപടി പറയേണ്ടി വരും. എടി, നിങ്ങൾ തമ്മി കണ്ട അടുത്ത നിമിഷം അവര് ചത്തുകളയെന്ന് പറഞ്ഞ കാര്യമല്ലേ അത്? നീ സത്യാമ്മയുടെ ഒരു മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളു മോളെ. കുഞ്ഞിനെയൊക്കെ കാണുമ്പോ അവരുടെ മനസ്സങ്ങ് അലിയും. അവിടെയാ പ്രശ്നം. എന്ത് പ്രശ്നം? കുഞ്ഞിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടാവുമേ. ഇതുവരെ കാണാത്തൊരു കുഞ്ഞ് വിഷ്ണുവേട്ടൻ്റെതാണെന്ന് സത്യമ്മ അംഗീകരിച്ചു തരില്ല. ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും. എനിക്ക് നേരെ വിരൽ ചൂണ്ടി തുടങ്ങുമ്പോ ശ്യാമ അറിയാതെ പറഞ്ഞു പോ, സത്യം മാത്രമല്ല പപ്പി ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്ന്. സത്യാമ്മയ്ക്ക് അത് ക്ഷമിക്കാൻ പറ്റൂ. അവരുടെ ജീവന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാലും അതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല. എന്റെ സീമന്ത ചടങ്ങി വെച്ച് അമ്മ സത്യാമ്മയോട് കരഞ്ഞു പറഞ്ഞതല്ലേ അവരുടെ ജീവന് വേണ്ടിയാ ഞാൻ കള്ളം പറഞ്ഞെന്ന്. എന്നിട്ട് സത്യാമ്മ ക്ഷമിച്ചു. സ്വന്തം ചോരയെന്ന് കരുതി തന്റെ സ്വന്തം അമ്മയുടെ പേരിട്ട് പത്മിനിയെ വളർത്തുന്ന രോഹിത്തിന് ശ്യാമയോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇപ്പോ ഞാനും സത്യമുള്ള പുറത്ത്. ഇനി ശ്യാമയും പപ്പിയും കൂടി അവരും കൂടി പുറത്താവണം. ഭർത്താവില്ലാതെ അവരും കൂടി ഇവിടെ വന്ന് താമസിക്കണം. മോളെ, ഇതുപോലുള്ള പലവിധ ഭയങ്ങൾ കൊണ്ട് സത്യാമ്മയെ ഒളിച്ച് നീ ചെയ്ത പല കാര്യങ്ങളാ നിന്നെ ഇവിടെ എത്തിച്ചതിപ്പോ. ജീവിതത്തെ തോൽപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റില്ലെന്ന്. പ്രീതിയുടെ പ്രഗ്നൻസി ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്കൊരു ജീവിതം കിട്ടി, കുഞ്ഞിനെ കിട്ടി. അപ്പൊ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞ് അത് ഏറ്റെടുത്തതുകൊണ്ട് നിന്റെ അനിയത്തിക്ക് ഒരു ജീവിതം കിട്ടി, കുഞ്ഞിനെയും കിട്ടി അല്ലേ? ഇങ്ങനെ ഓരോരുത്തർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോ നിന്റെ ജീവിതവും മോളെ അമ്മയ്ക്ക് നേരത്തെ തന്നെ അറിയാലോ. എനിക്ക് പ്രധാനം എന്റെ
ഞാനിനി എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും? അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. അമ്മ അതെന്താ ഇവളെ ഓർമ്മിപ്പിക്കുന്നതെല്ലാം ഞാൻ ഈ വീട്ടിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. വാഷ്റൂമിലെയോ ഡ്രസ്സിംഗ് ടേബിളിലെയോ കണ്ണാടിക്ക് സമീപം അബദ്ധത്തിൽ ഒട്ടിച്ചേക്കാവുന്ന ഒരു സ്റ്റിക്കർ പൊട്ട് പോലും. അപ്പോഴും 6 വർഷം നീ ഇത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കായിരുന്നല്ലേ? അമ്മ, എനിക്ക് ജീവിക്കാൻ കുറച്ച് പ്രാണവായു വേണമായിരുന്നു. ഓ, നിനക്കിത് പ്രാണവായു അല്ലടാ? അമ്മേ, ഈ ഫോട്ടോ എന്നാ എറിഞ്ഞുടച്ച പിന്നെ അമ്മ ഈ വിഷ്ണുവിനെ കാണില്ല. അമ്മയ്ക്ക് മാത്രമല്ല അമ്മേ, അമ്മയുടെ മകന് ശപഥം എടുക്കാനും അത് പാലിക്കാനും ഒക്കെ അറിയാം. സത്യഭാമയെ ഭയപ്പെടുത്താൻ നോക്കുക അല്ലടാ? അല്ല, സത്യം പറഞ്ഞതാ. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ നമുക്കിടയിൽ ഒരു വാക്കുണ്ട്. അതോർത്തു മാത്രം ഞാൻ ഈ ഫോട്ടോ നശിപ്പിക്കാത്തത്. ഈ വരുന്ന അമാവാസി അതുവരെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്തും ചെയ്യാം. ഫോട്ടോ എന്നല്ല, ശാലിനിയെ തന്നെ നേരിട്ട് കണ്ടോ നീ? അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നല്ലോ ഞാൻ. അതിനു പകരം ഫോട്ടോയിൽ നോക്കിയിരിക്കാം നീ. ശാലിനിയെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി താടാ നീ. ഞാൻ വെല്ലുവിളിക്കുക നിന്നെ. അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കൊച്ചുകുട്ടികളെ പോലെ ആൾക്കൂട്ടത്തിൽ കാണാതായതല്ല ശാലിനിയെ. അയാൾ മനഃപൂർവ്വം അമ്മയുടെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കുക. അതിന്റെ കാര്യം എന്താണെന്നറിയോ അമ്മയ്ക്ക്? അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചില്ലേ ശാലിനി കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന്. അങ്ങനെ ചെയ്ത തൊട്ടടുത്ത നിമിഷം അമ്മ മരിച്ചു കളയുന്നു. അത് തന്നെ അമ്മേ. ആ അമ്മയുടെ എല്ലാവരുടെയും നന്മ കരുതിയിട്ട് അവള് മാറിയിരിക്കുന്നേ. അല്ലാതെ ഇങ്ങോട്ട് ഒരു ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ശാലിനി ഉള്ളോടത്തല്ല ഞാൻ അന്വേഷിച്ചു തന്നാലും അയാൾ ഒഴിഞ്ഞുമാറി നടക്കുകയുള്ളൂ. നല്ല ന്യായമാണല്ലോടാ. 6 വർഷം അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതിനും കുറ്റക്കാരി സത്യഭാമ അല്ലേ? അതാണ് സത്യം. എടാ, അവൾ ഇങ്ങോട്ട് വരരുതെന്ന്, അല്ലെങ്കിൽ നിന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാടാ എന്റെ ജീവനെയും ഈ വീടിന്റെ നന്മയൊക്കെ പ്രതി അവൾ മഹാത്യാഗം ചെയ്യുന്നത്? നീ സത്യം ചെയ്ത കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എടാ വിഷ്ണു, മണ്ടനാവുന്നതിന് ഒരു പരിധിയുണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രസരിപ്പുള്ള കാലം യൗവനത്തിന്റെ 6 വർഷം. നീണ്ട 6 വർഷമാ നീ ശാലിനിയെ കാത്തിരുന്ന് പാഴാക്കി കളഞ്ഞത്. അവളോ നിന്നെ എന്നേ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങി കഴിഞ്ഞു കാണോ? എന്റെ ശാലിനിക്ക് അതിനൊന്നും കഴിയില്ല. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഈ ഒരു ന്യായവും മറുപടിയും മാത്രമേ ഉള്ളൂ നിന്റെ പക്കൽ അല്ലടാ? അവള് കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ ഓരോ ഞൊട്ടുന്യായങ്ങള് സൃഷ്ടിച്ചെടുക്കുക നിന്റെ മനസ്സ്.
സാരമില്ല സാരമില്ല വിഷ്ണു. സ്നേഹം കൂടുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ എടാ, ആ സ്നേഹം ഇങ്ങോട്ട് കൂടി വേണ്ടേ? എടാ, മണ്ടനാകാം, പക്ഷെ തിരുമണ്ടനാവരുത്. അമ്മ ഞാൻ മതി. വേണ്ട, ഞാൻ പറഞ്ഞത് നീ ഓർമ്മ വെച്ചോ. അമാവാസി, അതിനു മുൻപ് നിനക്ക് ശാലിനിയെ കണ്ടെത്തി എനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനായില്ലെങ്കിൽ ഈ ഫോട്ടോ എന്നല്ല, നിന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടി അങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. മനസ്സിലായല്ലോ? നോക്ക്, ഡിവോഴ്സിന് നീ സമ്മതിക്കും, സമ്മതിപ്പിക്കും ഈ സത്യഭാമ. ശാലിനി, എവിടെയാണോ താൻ? ഈ അമാവാസിക്ക് മുമ്പ് ഒരു നിറ പൗർണമിയായി എനിക്ക് മുമ്പിൽ വന്നൂടെ? അല്ലെങ്കിൽ എന്റെ ജീവിതം മൊത്തം ഇരുട്ടിലായി പോടും. പൊന്നി, വിഷ്ണു കഴിച്ചായിരുന്നോ? ഇല്ല, ചെന്ന് വിളിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ? കഴിക്കാനോ കുടിക്കാനോ പറ്റുന്ന മാനസികാവസ്ഥ വല്ലതും ആണോ? അതിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടോ ഇവിടെ? അവനാണെങ്കിൽ ആരും പറഞ്ഞിട്ട് കേൾക്കുകയില്ല. ഞാൻ കഴിപ്പിക്കാൻ വിഷ്ണുസിനൊക്കെ ഉണ്ട്. ഞാൻ കൊടുത്ത വിഷ്ണുസൻ കഴിക്കും, സത്യം. പൊന്നേന്റെ പോയി ഭക്ഷണം എടുത്തോണ്ട് വന്നാ മതി, ഞാൻ കൊടുത്തോളാം വിഷ്ണുസന്. പോയി എടുത്തോണ്ടോ പൊന്നി? മോളിക്ക് വന്നേ. എന്താ ചച്ചാ? സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹം നിനക്കുണ്ടല്ലോ മോളെ. ഞാൻ കഴിപ്പിച്ചോളാം കേട്ടോ വിഷ്ണുസിനെ കൊണ്ട്. മുഴുവൻ കഴിപ്പിക്കണം കേട്ടോ, പിടിക്കുക കേട്ടോ. ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണമല്ലോ.